ഒന്നാം സമ്മാനം 12 കോടി രൂപ വിലയുള്ള പൂജ ബമ്പർ ഭാഗ്യക്കുറിയുടെ നറുക്കെടുപ്പ് ഇന്ന് തിരുവനന്തപുരത്ത് ഗോർഖി ഭവനിൽ നടക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് നറുക്കെടുപ്പ്. ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരത്തെ ഭഗവതി ലോട്ടറി ഏജൻസീസിലാണ്. ഇവിടെ ലോട്ടറി എടുക്കാൻ നിൽക്കുന്ന ആളുകളെയൊക്കെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മഴയുണ്ട്, പക്ഷേ മഴയെപ്പോലും അവഗണിച്ചുകൊണ്ട് ലോട്ടറി എടുക്കാൻ നിൽക്കുന്നവരുടെ കാഴ്ചകളാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഔപചാരികമായിട്ടുള്ള ചടങ്ങുകൾ ഇന്ന് ലോട്ടറി ആസ്ഥാനത്ത് ഉണ്ടായിരിക്കില്ല. 12 കോടി രൂപയാണ് പൂജ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പിൻ്റെ ഒന്നാം സമ്മാനം. അത് രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം ഓരോ പരമ്പരയ്ക്കും, മൂന്നാം സമ്മാനമായി 5 ലക്ഷം രൂപ വീതം 10 പേർക്ക് ഓരോ പരമ്പരയിലും 2 വീതം ലഭിക്കുമെന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നാലാം സമ്മാനമായി 3 ലക്ഷം വീതം 5 പരമ്പരകൾക്കും, അഞ്ചാം സമ്മാനമായി 2 ലക്ഷം വീതം 5 പരമ്പരകൾക്കും ലഭിക്കുമെന്നുള്ളത് കൂടി ഈ പൂജ ബമ്പറിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായി തന്നെ നമുക്ക് സൂചിപ്പിക്കാനും കഴിയുന്നുണ്ട്. കൂടാതെ 5000, 1000, 500, 300 വീതം രൂപയുടെ ഉൾപ്പെടെ ആകെ 3,32,130 സമ്മാനങ്ങളാണ് പൂജ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. ലോട്ടറി എടുക്കാനെത്തിയ ചിലർ ഇപ്പോൾ എനിക്കൊപ്പമുണ്ട്. ചേട്ടാ, ലോട്ടറി എടുത്തോ? ലോട്ടറി എടുക്കുകയാണ്. ഏറ്റവും വലിയ പരീക്ഷണമാണല്ലോ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ. അതിൽ ചെറിയ പരീക്ഷ ഞങ്ങൾ ഇതിൽ നോക്കാം. എന്തായാലും അതിലൊന്നും കിട്ടാൻ പോണില്ല, എന്നാൽ ഇതെങ്കിലും നോക്കാമെന്ന് വെച്ചു. ഈ 12 കോടി അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പക്ഷേ രണ്ടാം സമ്മാനമോ മൂന്നാം സമ്മാനമോ അടിച്ചാൽ മതിയല്ലേ? ഏതടിച്ചാലും ജനങ്ങൾ ഹാപ്പിയാണ്. കാരണം അവസ്ഥ അത്രയുണ്ട്. എനിക്ക് അടിക്കുള്ളൂ പ്രാവശ്യം. എന്താണ് അങ്ങനെ ഉറപ്പിച്ചു പറയാൻ കാരണം? വിശ്വാസം. ചേട്ടൻ സ്ഥാനാർത്ഥിയല്ല, അതുകൊണ്ടാണ്. ചേട്ടൻ സ്ഥാനാർത്ഥിയല്ല, അതുകൊണ്ട് എനിക്ക് അടിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തിരുവോണം ബമ്പർ നേരത്തെ എടുത്തിരുന്നു? തിരുവോണം ബമ്പർ എടുത്തിരുന്നു, അതടിച്ചില്ല. അപ്പോൾ പൂജ ബമ്പറെങ്കിലും ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞ വിശ്വാസം. എനിക്ക് അടിക്കുമെന്നാണ്, കുറേ കാലം കൊണ്ട് എടുക്കുന്നതാണ്. ടൗണിലേക്ക് ഇറങ്ങിയതാണ്. പിന്നെ അപ്പോൾ മെയിനായിട്ട് ഇത് എടുക്കണമെന്നും കൂടെ ഉണ്ടായിരുന്നു, അങ്ങനെയായിട്ട് ഇറങ്ങിയതാണ്. എന്തായാലും നമ്മൾ ഒരു വലിയ പരീക്ഷണം പറഞ്ഞല്ലോ, അതിന് മുമ്പുള്ള ഒരു ചെറിയ പരീക്ഷണം. രക്ഷപ്പെടുവാണെങ്കിൽ ഇതിലെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വെച്ചിട്ട് സാധാരണക്കാരുടെ ഒരു പ്രതീക്ഷയാണ്. പക്ഷേ ഏറ്റവും സങ്കടം എന്ന് പറയാൻ, ടിക്കറ്റിൻ്റെ വിലയും കൂട്ടുക, പ്രൈസ് കറക്റ്റായിട്ട് ആർക്കും എത്താതിരിക്കുക. അപ്പോൾ അതും ഇതും ഏകദേശം ഒരേ പരീക്ഷണമായി തുടങ്ങി. അതൊന്ന് മാറ്റി പ്രോപ്പറായിട്ട് എല്ലാവരും കിട്ടുന്ന രീതിയിലാണെങ്കിൽ എല്ലാവരും ഹാപ്പി. ഭാഗ്യം നമ്മളെ മുമ്പ് വരട്ടെ. മിക്കവാറും വല്ലപ്പോൾ വരുന്ന രണ്ടൊക്കെ എടുക്കാറുണ്ട്. അല്ല, മഴയ്ക്കൊന്നും പ്രശ്നമില്ല. ലോട്ടറി എടുക്കാൻ വേണ്ടി പല കടകളിൽ ലോട്ടറി ഇല്ല, തീർന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കിടപ്പുണ്ട്, കരമനയും കുറച്ച് കിടപ്പുണ്ട്, ബാക്കി പലത്തും ഇല്ല ലോട്ടറി. ആളുകളൊന്നും അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ലോട്ടറി എന്തെങ്കിലും നമുക്ക് കുറച്ച് കിട്ടും, കുറേ സഹായിക്കുകയും ചെയ്യാമല്ലോ നമുക്ക്. അതിലേ നല്ലത് കിട്ടുന്നതിന് ഒരു വരി. തീർച്ചയായിട്ടും ആ ഒരു പേര് നമുക്ക് അവർക്കും കൊടുക്കാം, നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് പലർക്കും പല പ്രതീക്ഷകളൊക്കെയാണ് ഉള്ളത്. 12 കോടി രൂപയുടെ പൂജ ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് 2 മണിക്ക് നടക്കും. ആളുകൾ ലോട്ടറി എടുക്കുന്ന തിരക്കിലാണ്. ഭാഗ്യം തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഭാഗ്യശാലികളൊക്കെ തന്നെ ഈ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.